നമസ്കാരം. വെറും ഒരു ബട്ടൺ അമർത്തുന്നതിലൂടെ ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം മുട്ടുകുത്തിക്കാൻ കെൽപ്പുള്ള ഭീതിജനകമായ ഒരു കൂട്ടം സൂപ്പർ ആയുധങ്ങൾ നിർമ്മിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്ന് റിപ്പോർട്ട്. റഷ്യൻ സൈനിക സംവിധാനത്തിന്റെ ആഴങ്ങളിൽ യൂറോപ്പിലൊരു യുദ്ധം ജയിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ചൊരു രാജ്യത്തെ മുഴുവനായ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കാൻ ശേഷിയുള്ള വൻ ആയുധശേഖരമാണ് ഈ ഭരണാധികാരി നിശബ്ദമായി ഒരുക്കുന്നത്. ആധുനിക സൈനിക യാഥാർത്ഥ്യങ്ങളെക്കാൾ ഉപരി ലോകാവസാനത്തെക്കുറിച്ചുള്ള സയൻസ് ഫിക്ഷൻ കഥകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആണവ സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ ഇപ്പോൾ. ലോകത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ ഈ അതിമാരക ആയുധശേഖരത്തിൽ വെറും ബോംബുകളും സാധാരണ മിസൈലുകളും മാത്രമല്ല ഉള്ളത്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ഡ്രോണുകൾ, റിയാക്ടർ നിയന്ത്രിത ക്രൂയിസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് ആക്രമണ വാഹനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കടുത്ത പ്രതിസന്ധി ഉണ്ടായാൽ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളെ അന്ധമാക്കാനും മനുഷ്യ സമൂഹങ്ങളെ ഇരുട്ടിലാക്കാനും ശേഷിയുള്ള ബഹിരാകാശ ആയുധങ്ങൾ റഷ്യ അതീവ രഹസ്യമായി വികസിപ്പിക്കുന്നതായാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത്. ക്രെംലിൻ കമാൻഡർമാരുടെ അവകാശവാദം അനുസരിച്ച് അവരുടെ പക്കലുള്ള പൊസൈഡൻ എന്ന അന്ത്യവിധി ടോർപിഡോ പൊട്ടിത്തെറിച്ചാൽ അത് പാശ്ചാത്യ രാജ്യങ്ങളിലെ തീരദേശ നഗരങ്ങളിലും നാവിക താവളങ്ങളിലും ആണവ വികിരണ ശേഷിയുള്ള കൂറ്റൻ സുനാമി തിരമാലകൾ സൃഷ്ടിക്കും. ഒരു ചെറിയ സബ്മറൈൻ്റെ വലിപ്പമുള്ള ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ അണ്ടർ വാട്ടർ ഡ്രോൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ ആയിരക്കണക്കിന് മൈലുകൾ കടലിനടിയിലൂടെ സഞ്ചരിച്ച് ശത്രുതീരങ്ങളിൽ വൻ നാശം വിതയ്ക്കാൻ കെൽപ്പുള്ളതാണെന്ന് റഷ്യ അവകാശപ്പെടുന്നു. കഴിഞ്ഞ മാസം ഇതിന്റെ വിജയകരമായ പരീക്ഷണം സ്ഥിരീകരിച്ചുകൊണ്ട് പുടിൻ പറഞ്ഞത് ഇതിനെ തടയാൻ ലോകത്തൊരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നാണ്. 2002 US ആന്റി ബാലിസ്റ്റിക് മിസൈൽ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതിനോടുള്ള പ്രതികരണമായാണ് റഷ്യ ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് ഇതിന് യഥാർത്ഥ അന്ത്യവിധി ആയുധം എന്ന് വിശേഷിപ്പിച്ചു. ഇതിനെ വഹിക്കാൻ ശേഷിയുള്ള 10,000 ടൺ ശേഷിയുള്ള ഖബറോവ്സ്ക് എന്ന വൻ ആണവ അന്തർവാഹിനിയും റഷ്യ കഴിഞ്ഞ നവംബറിൽ പുറത്തിറക്കിയിരുന്നു. ആകാശത്ത് റഷ്യ വിതയ്ക്കാൻ പോകുന്ന മറ്റൊരു ഭീതിയാണ് ബുറേവെസ്നിക് ക്രൂയിസ് മിസൈൽ. പറക്കുന്ന ചെർണോബിൽ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിളിക്കുന്ന പരിധിയില്ലാത്ത ദൂരപരിധിയുള്ള ഈ മിസൈൽ ഒരു ചെറിയ ആണവ റിയാക്ടറിന്റെ കരുത്തിലാണ് അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു നടക്കുന്നത്. ഒക്ടോബറിൽ നടന്ന പരീക്ഷണത്തിൽ ഈ മിസൈൽ മണിക്കൂറുകളോളം പറന്ന് 87,000 മൈൽ ദൂരം പിന്നിട്ടതായി റഷ്യൻ ജനറൽ വലേരി ഗെരാസിമോവ് അവകാശപ്പെട്ടു. എന്നാൽ 2019 ഈ മിസൈലുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അപകടത്തിൽ നിരവധി റഷ്യൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയും വൻതോതിൽ റേഡിയേഷൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. മരുഭൂമിയിലും കടലിലും മാത്രമല്ല, ബഹിരാകാശ രംഗത്തും റഷ്യ പുതിയ ഭീതികൾ വിതയ്ക്കുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച കോസ്മോസ് 2553 എന്ന ഉപഗ്രഹ വിരുദ്ധ ആണവായുധ പരീക്ഷണങ്ങളുടെ ഭാഗമാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ശക്തമായും വിശ്വസിക്കുന്നുണ്ട്. ഭ്രമണപഥത്തിൽ ആണവായുധങ്ങൾ നിരോധിക്കുന്നതിനുള്ള UN പ്രമേയത്തെ റഷ്യ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞതും ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഒരു ആണവ സ്ഫോടനത്തിലൂടെ ബഹിരാകാശത്തെ GPS, സൈനിക ആശയവിനിമയ ശൃംഖലകൾ എന്നിവ തകർത്ത് ആധുനിക നാഗരികതയെ നിമിഷങ്ങൾക്കകം ഇരുട്ടിലാക്കാൻ ഈ സംവിധാനത്തിനും കഴിയും. സാധാരണ രീതിയിലുള്ള പരമ്പരാഗത ആണവശേഷിയിലും റഷ്യ വലിയ നവീകരണങ്ങളാണ് ഈയിടെ വരുത്തിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.